ഈ മുഖം നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ല. നിങ്ങൾ മറന്നാലും ആ അച്ഛനും അമ്മയും ഒരിക്കലും മറക്കില്ല. ഒന്ന് കണ്ടു നോക്ക്. ഇന്ന് ഈ ജേഴ്സി ഇട്ടിട്ട് പുറത്തു പോകണമെങ്കിലേ അതിനൊരു അപാര ധൈര്യം തന്നെ വേണം. ധൈര്യം എന്നുള്ളതല്ല, ഒരു ഹൃദയം വേണം. മനസ്സിലായല്ലോ ആരാണ് എന്നുള്ളത്. അച്ഛനും അമ്മയുടെയും ഏക ആശ്രയമായ ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്ന് കൊല വിളിച്ചവൾ. വൈറലാവാൻ ബസ്സിൽ കയറിയിട്ട് അവളുടെ പല ഭാഗങ്ങളും ആ ചെറുപ്പക്കാരൻ്റെ ദേഹത്ത് കൊണ്ടുപോയി ഉരച്ചിട്ട് ആ ചെറുപ്പക്കാരൻ ഇവളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ തൊടാനും പിടിക്കാനും ഒക്കെ നിന്നു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് ആ ചെറുപ്പക്കാരനെ ലോകം മുഴുവൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുഴുവൻ ഇട്ട് നാറ്റിച്ച് അവസാനം മനം നൊന്ത് ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ച ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നിങ്ങളാരും മറന്നിട്ടുണ്ടാവില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇനി നിങ്ങൾ ആരെങ്കിലും മറന്നാലും ആ അച്ഛനും അമ്മയും മറക്കില്ല. കാരണം ഇന്നും അവരുടെ കണ്ണുനീര് തോന്നിട്ടില്ല. മോളെ ഷിംജിതേ, നീ ജയിലിൽ കിടന്നു, ജയിലിൽ നിന്നിറങ്ങി, നിനക്ക് വേണ്ടി കുറേ അറക്കലുമാരും അറക്കത്തിമാരും ഒക്കെ ഇവിടെ വന്ന് നിന്ന് അങ്ങോട്ട് സംസാരിച്ചു. നീ ചെയ്തതാണ് ശരി, നീയാണ് മിടുക്കി, നിന്നെപ്പോലെയുള്ള പെണ്ണുങ്ങളെയാണ് ഇവിടെ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നിനക്ക് ജയ് വിളിച്ച കുറേ അവളുമാരുണ്ട്. ഈ അവളുമാരൊക്കെ ഇവളുമാരുടെയൊക്കെ വീട്ടിൽ ഇത്തരം ഗതി വരുമ്പോഴേ മനസ്സിലാകും. ഇപ്പോൾ അവൾ ബ്രസീലിൻ്റെ ഒരു ജേഴ്സിയൊക്കെ ഇട്ട് ഇതിനൊരു തൻ്റെ ഇടം വേണം, ധൈര്യമല്ല, ഹൃദയമുണ്ടാകണം. നിനക്കൊരു ഹൃദയമുണ്ടോ? നിന്നെ വിളിക്കേണ്ട പല പേരുകളുമുണ്ട്, പക്ഷെ അത് നാവിൻ്റെ തുമ്പിലിരിക്കുന്നു, പറയുന്നില്ല. നിനക്കൊരു ഹൃദയമുണ്ട് എങ്കിൽ നിനക്ക് അല്പമെങ്കിലും മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം നിനക്കുണ്ടായിരുന്നു എങ്കിൽ നീ ഈ ചെറ്റ പരിപാടി, ഈ നാറിയ പരിപാടി കാണിക്കാനായിട്ട് പോകുമായിരുന്നു. വൈറലാവാൻ എന്തെല്ലാം കാര്യങ്ങൾ നിനക്ക് ചെയ്യാമായിരുന്നു. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൊന്നിട്ട് വേണമായിരുന്നോ നിനക്ക് വൈറലാവാൻ? ആ അച്ഛനും അമ്മയ്ക്കും വയസ്സാം കാലത്ത് അവരെ പൊന്നുപോലെ നോക്കി അവരുടെ പ്രായാധിക്യമാകുമ്പോൾ അവരെ ചേർത്ത് നിർത്തി കൊണ്ടുപോകേണ്ട മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ നിലവിളി ഇന്നും കാതിൽ മുഴങ്ങുകയാണ്. ആ അച്ഛൻ്റെ കരച്ചിൽ, ഞങ്ങൾക്കിനി ആരുണ്ട് എന്ന് പറയുന്ന ആ അച്ഛൻ്റെ കരച്ചിൽ ഇന്ന് കാതിൽ മുഴങ്ങുകയാണ്. നീ ആളാവുകയാണ് അങ്ങ് ബൈക്കിലൊക്കെ ഇരുന്ന്. എന്നിട്ട് ഇവളിട്ട പോസ്റ്റിന് താഴെ അങ്ങ് മുഴുവൻ കമൻറ്റുകളാണ്. കമൻറ്റുകൾ കൊണ്ട് കമൻറ്റോളികൾ ഇവളെ അങ്ങ് നിറയ്ക്കുകയാണ്, ഇവളെ അങ്ങ് വാരി പുണരുകയാണ്. നിനക്കൊന്നും വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേടാ, നിനക്കൊന്നും അച്ഛനും അമ്മമാരും ആരും ഇല്ലേ? നിൻ്റെയൊക്കെ വീട്ടിലാണ് ഇത് നടന്നിരുന്നെങ്കിൽ നീയൊക്കെ ഇങ്ങനെ, നീയാണ് പെണ്ണ്, ഇങ്ങനെ ആയിരിക്കണം പെണ്ണ്, തളരാതെ മുന്നോട്ട് പോവുക, ഞങ്ങളൊപ്പമുണ്ട്. ഇതൊക്കെ നിനക്കൊക്കെ വീട്ടിൽ നീയൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് ചെല്ലുന്ന നോക്കുന്നത് നിൻ്റെയൊക്കെ അമ്മമാരുടെയും മക്കൾമാരുടെയും മുഖത്തല്ലേ. പല ഈ പ്രശ്നമൊക്കെ പുറത്തു വന്നപ്പോൾ പല ആൺകുട്ടികളും ബസ്സിലൊക്കെ ഇരിക്കാനും അതായത് പല രീതിയിൽ അവർക്ക് ഭയമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇനി വൈറലാവാൻ ഏവളെങ്കിലും ഇത്തരം മോശമായ പരിപാടിയും കാണിച്ച് രംഗത്തെത്തിയാൽ നമ്മുടെയൊക്കെ ജീവിതം അവസാനിച്ചു പോകില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണമൊക്കെ അല്ലെങ്കിൽ പുരുഷന്മാർ നേരിട്ടിട്ടുണ്ട്. അതിനു മുന്നേ ഒരു വയസ്സായ ഒരു അപ്പൂപ്പൻ മുന്നിൽ വന്നിരുന്നപ്പോൾ ഏതോ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൻ്റെ ഏതോ ഭാഗം നോക്കിയെന്ന് പറഞ്ഞ് അവളത് വൈറലാക്കി, അവളെ ചാനലുകൾ പോയി അവളുടെ പിന്നെ എന്താ പറയുക, ബൈറ്റ് എടുക്കുന്നു, അവളെ അങ്ങ് വലിയ ആളാക്കുന്നു. നിൻ്റെയൊക്കെ ശരീരത്തിൽ തൊടുന്നു എന്ന് കാണുമ്പോൾ തന്നെ ചെകിട്ടത്ത് 4 എണ്ണം പൊട്ടിച്ചിട്ട് എന്തടാ എന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്കൊക്കെ ഇല്ലേ? ഈ മൊബൈൽ എടുക്കുന്ന സമയം അതിനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല. കാരണം അതിനൊക്കെ ഉള്ള ധൈര്യം ഉണ്ടായാൽ ഇവളൊക്കെ പെണ്ണാണ് എന്ന് നമുക്ക് ഇവളെയൊക്കെ അക്ഷരം തെറ്റാതെ വിളിക്കാം. പക്ഷെ അതല്ല, ഈ വൈറലാവണം, റീച്ച് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് ആരെ കൊല്ലാനും ആരുടെ എന്താ പറയുക ആരെ മോശക്കാരാക്കാനും വൃത്തികെട്ടവരാക്കാനും മടിയില്ലാത്ത കുറേ എണ്ണമുണ്ട്. സത്യത്തിൽ ഞാൻ ഇന്ന് ഈ വീഡിയോ കാണുന്നത് ഇത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കൃത്യമായി ഈ ചില കാര്യങ്ങൾ എല്ലാ രീതിയിലും സപ്പോർട്ടില്ല, ചില കാര്യങ്ങളിൽ എനിക്ക് ഇദ്ദേഹത്തോട് സപ്പോർട്ടുണ്ട്. ബൈജു എസ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലുണ്ട്, അതിൽ അദ്ദേഹമാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇവള് രംഗത്തിറങ്ങി തുടങ്ങിയോ, ഒരാളെ കൊന്ന് ഒരു കുഴപ്പവുമില്ലാതെ ഇരുന്നിട്ട് ഇവള് രംഗത്തിറങ്ങി തുടങ്ങിയോ എന്ന് നമ്മൾ കണ്ടത്. അതായത് ജയിലിൽ പോയാലൊന്നും ഇപ്പോൾ ഒരു ഭയവും ഇല്ല. ഗോവിന്ദച്ചാമി കിടക്കുന്നു, സന്ദീപ് കിടക്കുന്നു,
മറ്റേ പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിയെ കൊന്നവൾ കിടക്കുന്നുണ്ട്. ഇവളുമാരൊക്കെ ഇവിടെ കിടന്ന് തിന്ന് കൊഴുത്ത് മട്ടനും ചിക്കനും നമ്മുടെ നികുതി പണം കൊണ്ട് കിട്ടാവുന്നതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി തിന്ന് കൊഴുത്ത് ആരെ കൊല്ലാനും പിന്നെ നമ്മുടെ ആലുവയിൽ 5 വയസ്സായ ഒരു പെങ്കൊച്ചിനെ കൊന്നവനെ അന്ന് കണ്ടാൽ പട്ടി പോലും വെള്ളം കുടിക്കില്ല അവനെ കണ്ടാൽ. കാരണം ആ വാർത്ത എടുക്കാൻ പോയതും ആ പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടതും ആ വാർത്ത പുറലോകത്ത് എത്തിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആ സമയത്തൊക്കെ. അന്ന് അവനെ കണ്ടാൽ, അവൻ താമസിക്കുന്നിടമൊക്കെ കണ്ടാൽ പട്ടി വെള്ളം കുടിക്കില്ല. പിന്നീട് അവനെ കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ അവൻ വെളുത്ത് സുന്ദരനായി വണ്ണം വച്ച് അവിടെ വല്ല ഫേഷ്യലും കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഈ മട്ടനും ചിക്കനും അല്ലാതെ ഇവനൊക്കെ അതിൻ്റെ അകത്ത് വല്ല സ്പായും ഒക്കെ ഇവനൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ഭംഗിയായിട്ടാണ് ഇവനൊക്കെ ഇരിക്കുന്നത്. നമ്മൾ ഗോവിന്ദചാമിമാരുടെയൊക്കെ പടങ്ങൾ കണ്ടാൽ, ചിത്രങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എന്തായാലും ഇതിൻ്റെ അകത്ത് ഒരുപാട് കമൻറ്റുകൾ, അതായത് ഇവളെ അത് സത്യമാണ്, ഈ ജേഴ്സി ഇട്ട് പുറത്തു പോകണമെങ്കിൽ അപാര ധൈര്യം വേണം. പക്ഷെ ഒരുത്തനെ കൊന്നിട്ട് ഒരു എളുപ്പമില്ലാതെ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിനും വേണം ഒരു തൊലിക്കട്ടി. അവളെ ഒരു പേര് വിളിക്കുന്നുണ്ട്, ആ പേര് തൽക്കാലം ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അയൽക്കാരെ സമ്മതിക്കണം ഈ നാറ്റം സഹിച്ച് ജീവിക്കുന്നതിന്. ഒരു പാവം മനുഷ്യനെ കൊന്നിട്ട് അവൾക്കൊരുളുപ്പുമില്ല ഈ നാറിക്ക്. കാലഹരണപ്പെട്ട നിയമങ്ങൾ, സ്വജനപക്ഷപാതം, വർഗീയത, അഴിമതി, വേണ്ടുന്നതിൽ കൂടുതൽ സ്വാതന്ത്ര്യം, നാടിൻ്റെ നാശം വിദൂരമല്ല. ആരോട് പറയാൻ? കലികാലം. ദിവസം എന്തോരം നിരപരാധികൾ അപകടത്തിൽപ്പെടുന്നു. ഇതിനെ ഒന്നും കാലന് പോലും വേണ്ട കഷ്ടം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിരവധി കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെയാണ് പലരും ഇതിന് താഴെ വന്നിടുന്നത്. ഇവളൊരു പെണ്ണായതുകൊണ്ട്, ഇദ്ദേഹം പറയുന്നുണ്ട്, ഇവളൊരു പെണ്ണായതുകൊണ്ട് എനിക്കെതിരെ നാളെ പിന്നെ പരാതി കൊടുത്താൽ ഒരു പക്ഷേ ഞാൻ കോടതിയിൽ പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഷിംജിതയെ രക്ഷിക്കാൻ ഒരു പോലീസിന്റെ ശ്രമം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് ഇവൾക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടാനുള്ള വകുപ്പുകളൊക്കെ എഴുതി ചേർത്തുകൊണ്ട് ഇവൾക്ക് വേണ്ട സംരക്ഷണമൊക്കെ പോലീസ് ഒരുക്കുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. എന്തായാലും ഇവളെ ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങി. പിന്നെ കുറച്ച് ദിവസം ഇവള് കാണാനില്ലായിരുന്നു. പിന്നെ വീഡിയോമായൊന്നും ഒരു ഉളുപ്പില്ലാത്ത അവൾ വരില്ല എന്നാണ് കരുതിയത്. പക്ഷെ ഇവള് വീഡിയോമായി ഉളുപ്പില്ലാതെ തന്നെ ഇവള് രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഈ ജയിലിൽ കിടന്നാലും എന്താണ്, ജയിലിൽ പോയാലും കിട്ടാൻ പോകുന്നതെന്ന് ഇവക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇവക്കില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവള് ഈ പുറത്തിറങ്ങി, ഇപ്പം ഈ ജേഴ്സിയൊക്കെ ഇട്ട് പുറത്തിറങ്ങി ഈ വലിയ സംഭവ വികാസങ്ങളൊക്കെ നടത്തുന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു അച്ഛനും അമ്മയും എവിടെയോ കിടന്ന്, ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയും ഇവിടെ കിടന്ന് നീറി ഉരുകി തീരുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നും ആ മകനെ ഓർത്ത് എന്ത് തെറ്റാണ് ആ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്തത്? എന്തെങ്കിലും ഒരു തെറ്റ് ആ ചെറുപ്പക്കാരൻ ചെയ്തിട്ടുണ്ടോ? ഒരു തെറ്റും ചെയ്യാത്ത ആ ചെറുപ്പക്കാരൻ മരണത്തിന് വേണ്ടി പിന്നെ ഒരുത്തി അത് കാരണമാകുന്നു. അയാളെ നാണം കെടുത്തിയതിൻ്റെ പേരിൽ മരിക്കുന്നു. അവൾക്കെല്ലാവരുമുണ്ട്, ഇന്ന് അവൾക്കെല്ലാവരുമുണ്ട്. പക്ഷേ ആ ചെറുപ്പക്കാരൻ ആരാണുള്ളത്? ആ ചെറുപ്പക്കാരൻ ഞാൻ ഉദ്ദേശിച്ചത് അച്ഛനും അമ്മയ്ക്കും ആരാണുള്ളത്? ആരുമില്ല. ആ അച്ഛനും അമ്മയും ഒറ്റപ്പെട്ട്, ആ അച്ഛനും അമ്മയും ഇന്ന് ആരും ഇല്ലാതെ അവര് എന്താ പറയുക, എന്ത് ചെയ്യണമെന്നറിയാതെ കിടക്കുകയാണ്. ഈ കേരള ജയിലിലെ മെനു നമ്മൾ ഒന്ന് നോക്കണേ. ഇവളെപ്പോലുള്ളവർ അകത്ത് കിടക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ വിത്ത് സാമ്പാർ അതിൻ്റെ ടീ, ലഞ്ച് റൈസ് അവിയൽ തീയൽ അതിൻ്റെ കേട് തൈര്, ഡിന്നർ അതിനിടയ്ക്ക് ഈവനിങ് ടീ, റൈസ് തോരൻ അതിൻ്റെ രസം. ഇത് സൺഡേ ആണ്. മൺഡേ ചപ്പാത്തി കടലക്കറി, റൈസ് ആൻഡ് ഫിഷ് കറി, റൈസ് കപ്പ പുഴുക്ക്, രസം അതിൻ്റെ പിക്കിൾ, ഉപ്പുമാവ് ബനാന അതിൻ്റെ ടീ, റൈസ് സാമ്പാർ അവിയൽ കേട്, റൈസ് തോരൻ അതിൻ്റെ ഗ്രീൻ ഗ്രാം കറി, അതായത് ഗ്രീൻ പീസ് കറി ആയിരിക്കും, ചപ്പാത്തി കടലക്കറി, പുളിശ്ശേരി ഫിഷ് കറി, അവിയൽ. സാധാരണക്കാരൻ ഉച്ചയ്ക്ക് ഒരു മുളകും എടുത്ത് കയ്യിൽ വെച്ച് ചോറും കഴിക്കുന്ന സാധാരണക്കാരുണ്ട്. ഇവനൊക്കെ നമ്മളെ പണത്തിലാണ് ഇവളൊക്കെ ജയിലിൽ കിടന്ന് സുഖിക്കുന്നത്. അതുകൊണ്ട് ഷിംജിതേ, ഒരുപാട് നാള് ഒരമ്മയുടെ കണ്ണുനീര്, അതിൻ്റെ ശാപം നിന്നെ വിട്ട് പോകില്ല. കർമ്മ എന്ന് പറയുന്നത് തിരിച്ചടിക്കും. നീ അത് ആലോചിച്ച് ചിന്തിച്ചോ. ഇപ്പോഴത്തെ ഈ ആട്ടവും അട്ടഹാസവും ഒക്കെ ഒടുങ്ങാൻ ഒരുപാട് സമയമൊന്നും വേണ്ട മോളെ.